മക്കത്തായ കുടുംബങ്ങളിൽ സ്ത്രീക്ക് കുറെ കൂടെ ഒരു റിജിഡ് കോഡ് തന്നെയാണ്, അവരുടെ ഒരു ചട്ടക്കൂട് കുറെ കൂടെ റിജിഡ് ആയിരുന്നു. മറ്റേവർക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യവും അവരെ ബഹുമാനിച്ചിരുന്നു, അംഗീകാരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് മക്കത്തായമായാലെന്താ, മരുമക്കത്തായമായാലെന്താ, വാട്ട് ഇസ് ഇറ്റ് റിയലി മാറ്റർ? സ്ത്രീക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യമില്ല എന്നൊന്നും പറയാനൊക്കില്ല, ധാരാളം സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീക്ക്. ഏത് തലത്തിൽ നോക്കിയാലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബോഡി പൊളിറ്റിക്സിന്റെ ഒരു ഇഷ്യൂയിലേക്ക് വരുന്നതിന് മുമ്പ് നീ നിന്റെ ശരീരത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. നിനക്ക് മാത്രമായിട്ടല്ല, നീ അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ സൽപ്പേര്, ഇത്തരത്തിലുള്ള സമുദായം, ഇത്തരത്തിലുള്ള പലവിധ ബാധ്യതകളും ഈ ഒരു ബോഡി എന്നുള്ള ഒരു ബിംബത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ വച്ചു കൊടുക്കുകയാണ്. ബിയോണ്ട് ദിസ് ബോഡി വുമൻ എക്സിസ്റ്റ് എന്നുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത്? ഇപ്പം ഭാഗ്യച്ച് പറഞ്ഞ സെയിം പോയിന്റ് തന്നെ, പലപ്പോഴും നമ്മളങ്ങ് വാടി പോവുകയാണ്. നമ്മുടെ ശരീരത്തിന് നേരെയുള്ള ഒരു ഫോട്ടോ വന്നു കഴിയുമ്പോൾ, ഒരു കമന്റ്, ഒരു ചെറിയ കമന്റ് വരുമ്പോൾ വാടി പോവുകയാണ് ഒരു സാധാരണ സ്ത്രീ ശരീരത്തെ. ഇപ്പൊ ഹിസ്റ്റോറിക്കലി സ്ത്രീ ചരിത്രപരമായിട്ട് തന്നെ നോക്കിയാൽ സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ശക്തികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇടമാണ്, ഒരു പ്രോപ്പർട്ടി, ഒരു ഇടമാണ്. എന്ന് വെച്ചാൽ ഈ ഇടത്തിൽ ഇപ്പം സമുദായങ്ങളാകട്ടെ, ജാതികളാകട്ടെ, മതങ്ങളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, ഇതെല്ലാം അവരുടെ മാനം എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത് സ്ത്രീയുടെ പുറത്താണ്. മാനം സമീപകാലത്ത് ഇപ്പോൾ ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മുൻകാലങ്ങളിലല്ല, ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥ അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ഈ സ്ത്രീ ഓരോ ജാതിയിലെ എൻഡോഗാമി എന്ന് പറയുന്നൊരു സമ്പ്രദായം ഇന്ന് നിലവിലുണ്ട്, അന്ന് ഒന്നും കൂടി ശക്തമായ രീതിയിൽ നിലവിലുണ്ട്. ഒരു ജാതിക്കാരെ അവരുടെ ജാതിയിലുള്ളിൽ മാത്രമേ കല്യാണം കഴിക്കാവുന്നുള്ള നിയമമാണ് എൻഡോഗാമി. അപ്പം ആ എൻഡോഗാമിയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ശരീരങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് ആ സ്ത്രീ ശരീരങ്ങളുടെ പ്രജനന ശേഷിയെ, അതെ പ്രജനന ശേഷിയെ ആ സമുദായത്തിൻ്റെ അകത്തെ ആ ജീൻ പൂളിനെ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ മറ്റൊരു സമുദായത്തിന് പുറത്ത് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്താൽ ഒന്നെങ്കിൽ അവരെ കൊന്നുകളയും, അല്ലെങ്കിൽ തള്ളി പുറത്താക്കി കഥ കടയ്ക്കും. അപ്പം ഇത് വളരെ കാലമായിട്ട്, നൂറ്റാണ്ടുകളോളം, നൂറുകണക്കിന് വർഷങ്ങളോളം ഇന്ത്യ പോലെ ഒരു സമുദായത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു തരം കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇതിനെ ഫൈറ്റ് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. ഇത് വളരെ ഇത് സമീപകാലത്ത് ഒരു പുസ്തകത്തിൽ സ്ത്രീകളുടെ വിപ്ലവമാണ് ഏറ്റവും നീണ്ട വിപ്ലവം എന്ന് പറഞ്ഞതിന് എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്താ? ഇത് തന്നെയാണ്. കാരണം ഇനി 1000 വർഷം ഫൈറ്റ് ചെയ്യാതെ ഇത് പോകുന്നില്ല. കാരണം ഇത് അത്രയും ഒരു നമ്മുടെ ഈ സ്ത്രീ ശരീരത്തിനെ പാവനമായിട്ട് വെക്കണം. എന്തിനു പാവനമായിട്ട് വെക്കണം? സമുദായം, മതം, കുടുംബം, ഇതിൻ്റെയൊക്കെ ഈ ജീൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഈ സ്ത്രീയുടെ ശരീരം. അതുകൊണ്ടാണ് ഇത്ര ഭയങ്കര ബലം പിടുത്തം ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞാനെപ്പോഴും പറയും, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഈ ഫെമിനിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ച് സവർണ ഫെമിനിസ്റ്റുകൾക്ക് ഒറ്റ അജണ്ട ഉണ്ടായാൽ മതി, അതായത് എൻഡോഗാമിയെ തകർക്കുക. എൻഡോഗാമിയെ തകർക്കാൻ പറ്റുമെങ്കിൽ ഒരു വലിയ ചുവട് മുന്നോട്ട് പോകും. സ്ത്രീകളെ ഒരു പുരുഷന്റെ പ്രോപ്പർട്ടി ആയിട്ടാണോ കണ്ടുവന്നിരുന്നത്? ഒരു പ്രോപ്പർട്ടിയുടെ മേലുള്ള ഒരു അറ്റാക്ക് പോലെയാണോ ഒരു അറ്റാക്ക് ഓൺ എ വുമൺ അല്ലെങ്കിൽ എന്ന് പറയുന്നത്? അതെ, അത് ബ്രിട്ടീഷ് ലോയിൽ അങ്ങനെയായിരുന്നു, നമ്മുടെ കൊളോണിയൽ ലോയിൽ അങ്ങനെയായിരുന്നു, ബ്രിട്ടീഷ് ലോയിൽ അങ്ങനെയായിരുന്നു. ഇന്ത്യയിലെ ഈ ബ്രാഹ്മണ മതത്തിന്റെ വ്യവസ്ഥ പ്രകാരം അങ്ങനെ തന്നെയാണ്. സാധനങ്ങളെ പോലെയാണ് സ്ത്രീകൾ, ചാറ്റൽസിനെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സ്വത്തവകാശമൊക്കെ ഹിന്ദു കോഡ് ബില്ല് വരുമ്പോഴാണല്ലോ ഉണ്ടാവുന്നത്. കാരണം വെച്ചാൽ അതുവരെ നിങ്ങൾ സാധനങ്ങളാണ്, കൈമാറ്റപ്പെടുന്ന സഹോദരൻ, 2 പുരുഷന്മാർ തമ്മിൽ കൈമാറുന്ന ഒരു ആയിരുന്നു സ്ത്രീ. ഇംഗ്ലീഷ് ലോയിലൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ച ഒരു സ്ത്രീ ഒപ്പിട്ട് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് പള്ളിക്കകത്ത് പോയി രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഷീ ഈസ് വില്ലിങ് എവേ ഓൾ ഹർ റൈറ്റ്സ് ടു ദ മാൻ. പിന്നെ അവർക്ക് റൈറ്റ്സ് ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു അത്. ആ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ നാക്കും മൂക്കും ഒക്കെയുള്ള കുറച്ച് നമ്മളെ പോലെ ഇത്രയും പേരും ഉണ്ടായില്ലേ, അതാലോചിച്ച് സമാധാനിക്കും. അല്ലാണ്ടെങ്കിൽ എന്താ മാഡം നേരത്തെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ദേവിക, അത് ശരിയാണോന്നറിയില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നമ്മൾ ഓവറായിട്ട് അങ്ങോട്ട് ഫൈറ്റ്, അതായത് സൊസൈറ്റിയോട് ഫൈറ്റ് ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാതെ അവനവൻ്റെ ലൈഫിൽ നമ്മളത് ഈസി ആയിട്ട് എടുത്താൽ കുറേയൊക്കെ ഇതിനൊരു ഇതുണ്ടാവില്ലേ? ഈസി ആയിട്ട് എടുക്കാൻ കുറെ കണ്ടീഷൻസ് വേണം ചേച്ചി. അതെ,
നമുക്കൊരു അവസ്ഥ, അതിനുള്ളൊരു തട്ടകം തയ്യാറായി കിട്ടുന്ന അവസരമുള്ള സ്ത്രീകളുടെ എണ്ണം ഒരു എന്നുള്ളത്. മാനസിക തലം അതിന് ഒരുങ്ങിയാൽ മാത്രമേ ഈ ഈസിനെസ് സാധ്യമാവുള്ളൂ. അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന അവസരമുള്ള സ്ത്രീകൾക്കായിരിക്കില്ല. നമ്മുടെ നാട്ടില് നേരത്തെ പറഞ്ഞ പോലെ 6 മണിക്ക് 6 മണി വരെ ഓഫീസുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്ട്രൈക്ക് വന്നാൽ ആ സ്ട്രൈക്കാണ് എന്നുള്ളതിൻ്റെ വേവലാതി ഇല്ലാതെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന സ്ത്രീക്ക് ചിലപ്പോൾ അത് കഴിയില്ല. കാരണം അവർക്ക് എത്രയും വേഗം എത്തണം എന്നുള്ളത്, രാത്രിയായാൽ വീട്ടിലെത്തണം എന്നുള്ളത് കൊണ്ടല്ല, വീട്ടിലെ സാഹചര്യങ്ങൾ ഇവർക്ക് എതിരാവും എന്നുള്ളത് കൊണ്ടാണ് പല സ്ത്രീകളും, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. 8 മണിക്ക് എത്തുള്ളൂ എങ്കിൽ 8:30 എത്തിയാൽ ഈ അരമണിക്കൂർ എന്ത് എന്നുള്ള ചോദ്യം ഫേസ് ചെയ്യാൻ പലപ്പോഴും കഴിയാതെയാണ് ഓടുന്നത് പലരും. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചിലപ്പം പല കാര്യങ്ങളെയും പറയാൻ കഴിയില്ല. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നതിനെ കുറെ കൂടെ നേരത്തെ പറഞ്ഞ ഈ ബോഡിയുടെ ഇത് വിട്ട് കളയണമെങ്കിൽ കുട്ടികളിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളെ കുറെ കൂടെ നമ്മൾ ഓപ്പൺലി ആയിട്ട് അവരോട് സംസാരിക്കുകയും അവരുടെ ഈ നോഷൻ വെട്ടിക്കളയാൻ ശ്രമിക്കുകയും. ഇപ്പം ഇന്ന് രാവിലെ എൻ്റെ മോൾ എന്നോട് ആള് സിനിമ പിടിക്കാനായിട്ടാണ് വളരുന്നത്. ഈ തിരക്കഥ എഴുത്താണ് ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി. അപ്പോൾ എല്ലാം മനോഹരമായ സ്ഥലങ്ങളും പുള്ളിക്ക് സീൻ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള ആളോട് പക്ഷെ അതേസമയം എൻ്റെ അമ്മ ഇങ്ങനെ സിനിമ സ്ത്രീകൾക്ക് അത്ര പറ്റിയ സ്ഥലമല്ല എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇന്ന് വണ്ടിയിലിരിക്കുമ്പോൾ ചോദിച്ചാൽ അമ്മമ്മ പറഞ്ഞു പിന്നീട് സ്കൂളിൽ ഈ സിനിമയ്ക്ക് പോയാൽ പിന്നെ അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ആരും കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു. ആണോ, അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് ദെൻ അതിൻ്റെ ഒരു നിർബന്ധം. ശരിക്കും അപ്പോഴും പഴയ സമൂഹം ശരീരത്തെക്കുറിച്ച് കൂടുതൽ അവെയർ ആവുക, ഈ എവിടെയാണ് അവൾക്ക് സന്തോഷമായിരിക്കുന്നത് എന്നുള്ളതിനെക്കാട്ടിലും മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് ഒരു കംഫർട്ട് ലെവലിലേക്ക്, അത് നേരത്തെ പറഞ്ഞ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ കംഫർട്ട് ലെവലിലേക്ക് സ്ത്രീയെ ഒതുക്കുക എന്നുള്ളതിൻ്റെ രീതിയിലുള്ള പരുവപ്പെടുത്തലുകളാണ്. ആ പരുവപ്പെടുത്തലുകൾ നമ്മളൊരു പക്ഷേ സ്കൂളുകളിൽ പിന്നെ വീടുകളിൽ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ബോഡിയിൽ നിന്ന് സ്ത്രീ പോലും എന്ത് ചെയ്യുള്ളൂ, പുറത്തു വരും. അതുപോലെ തന്നെയാണ് ഈ പുരുഷന്മാർക്കും ഈ ബോഡിയുടെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ക്ലിയർ ആണ്. അതിനൊരു കഥയുണ്ട് കേട്ടോ, അത് നിങ്ങൾ കേട്ടേ പറ്റും. ഭയങ്കര രസമുള്ളൊരു കഥയാണ് ഇത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത് നടന്ന ഒരു കഥയാണ്. ഇവരുടെ കൂടെ ഒരു ആഫ്രിക്കൻ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു. അപ്പോൾ വലിയ ആളാണ്, ഭയങ്കര 6 അടി പൊക്കം, അത്ലറ്റാണ്, രാവിലെ ഓടാൻ പോകും. ഇവള് രാവിലെ ഓടാൻ പോകുന്ന വഴിക്ക് അവിടെ ഏതോ ഒരു വീട്ടിലൊരുത്തൻ ഒരു ഫ്ലാഷറുണ്ട്. അയാൾ ഈ വീട്ടിൻ്റെ ടെറസിൽ കയറി നിന്നിട്ട് ഫ്ലാഷ് ചെയ്യും. ഇത് കണ്ട് ഈ കുട്ടി പേടിച്ച്, ഇത് അവിടെയൊന്നും കണ്ടിട്ടില്ല, പേടിച്ച് ഓടി തിരിച്ച് ഹോസ്റ്റലിൽ വന്നിട്ട് കൂട്ടുകാരികളോട് പറഞ്ഞു, അയ്യോ എന്നെ ഇങ്ങനെ ഒരാൾ കാണിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വലിയ. അപ്പോൾ ഇവർ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നീ നാളെ ഓടുമ്പോൾ, അപ്പോൾ അതിന് മലയാളം ഒന്നും അറിയില്ല, പോടാ എന്ന് പറയാം, പോടാ 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 എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഇവള് പോടാ 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 എന്നൊക്കെ പഠിച്ചുകൊണ്ട് പോയി. അത് പിറ്റേന്ന് ഓടുന്ന ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഹോസ്റ്റലിൽ മറക്കരുത്, അവനെ കണ്ടാൽ പോടാന്ന് പറയണം, ഉറക്ക പറയണം, പോടാ 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നു കണ്ടു. തിരിച്ചു വന്നപ്പോൾ വളരെ വിജയശ്രീലാളിതയായിട്ട് വന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പോടാ പോടാന്ന് പറഞ്ഞു. ഞാൻ പോയോ? അയാൾ ഓടി, ഞാൻ അയാളെ ചീത്ത വിളിച്ചു, അയാൾ ഓടിപ്പോയി. അപ്പൊ ഇവർക്ക് ചെറിയൊരു സംശയം, പോടാന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഓടുപോന്നൊക്കെ. അപ്പൊ ഈ എന്ത് ശരിക്കും പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, പോരാ പോരാ എന്ന് പറഞ്ഞു. ജീവന് കൊണ്ടോടി. അപ്പൊ ബോഡി ഇഷ്യൂ അവർക്കുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് അഭിനയിക്കുന്നതാ. അല്ല, പൊതുവെ ഈ പറയുന്ന മാതിരി ഒരു ആ ഭയം അങ്ങോട്ട് എടുത്തു മാറ്റുക എന്നുള്ളത് ഒരു വലിയ ആവശ്യമാണ്. വലിയൊരു അതാണ് ശരിക്കുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു ഏക ആയുധം. അതേ ഉള്ളൂ ഈ ഭയം. എനിക്കൊരു ഭയമില്ല, നീ എന്ത് വേണേ കാണിച്ചോ. ഇപ്പൊ ഞാൻ ഒരിക്കൽ രാവിലെ ഒരു 7-8 മണിയൊക്കെ ആയി കാണും, ഒരു റെസ്റ്റോറൻറ്റില് കയറിയപ്പോ ഒരാള് അവിടെ നിന്നിട്ട് ഭയങ്കര പാട്ട് എന്നെ നോക്കിയിട്ട്, ഭയങ്കര പാട്ട്. അപ്പൊ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ചോദിച്ചു നോക്കിയപ്പോ അപ്പൊ ഇങ്ങനെ പതുക്കെ നിർത്തും. വീണ്ടും ഞാൻ നടന്നു തുടങ്ങുമ്പോ പുള്ളി വീണ്ടും പാടാൻ തുടങ്ങും. അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ നടന്ന് ഞാൻ അടുത്ത് പോയി, ഞാൻ ഇങ്ങനെ ഇരുന്ന് വാ
പാടും, ഞാനും കൂടി കേൾക്കട്ടെ എന്നോ. അപ്പൊ ഇയാള് പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ നിർത്തി, പാടറാ പാടറാ എന്ന് പറഞ്ഞപ്പോഴേക്കും സോറി, ഇനി ഞാൻ പാടൂല. ഇത്രയേ ഉള്ളൂ. ഒരു നമ്മള് അതിനൊരു ഭയങ്കര അങ്ങോട്ട് ബഹളം ഉണ്ടാക്കി ചീത്ത വിളിച്ച് അലമ്പാക്കി ഇതിനൊന്നും ആവശ്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഡീൽ ചെയ്യാൻ ആദ്യം മുതലേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ശരിക്കും ഒരമ്മയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഞാനാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരമ്മ ഹീറോയിലേക്ക് എത്തിപ്പെടുന്നത്. ഹീറോയിനായിട്ട് ആ കുട്ടിക്ക് തോന്നണം, എൻ്റെ ഈ ക്യാരക്ടർ രൂപപ്പെടാനുള്ള ഒരു പ്രധാന കാരണക്കാരി എൻ്റെ അമ്മയാണ് എന്ന് പറയിപ്പിക്കണം.